ഞാനൊന്ന് ഉറങ്ങി എണീറ്റപ്പോഴേക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയണം. വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണതോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം. ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ സീസ് ഫയറിന്. അതാണ് ഇപ്പോൾ ഒരു വലിയ വാർത്തയായിട്ട് വരുന്നത്. വോട്ടെടുപ്പിന് തൊട്ട് മുമ്പ് ഇപ്പോൾ അതും കൂടി വന്നിട്ടുണ്ട്. ഗവൺമെൻറ് അപ്രൂവ്ഡ് ആ ഡീൽ എന്നുള്ളതും കൂടിയാണ് വരുന്നത്, പ്രപ്പോസ്ഡ് ഡീല്. സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ തകർന്നിട്ടുണ്ടായിരുന്നു എന്ന് വേണം നമുക്കിനി പറയാൻ. രാത്രി ആയപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു. എന്തായാലും ഒന്ന് ഉറങ്ങി ക്ഷീണിച്ച സമയത്ത് നടന്നത്. പ്രോഫിറ്റ് ടേക്കിങ് കാരണം സ്വർണ്ണവില താഴേക്ക് പോയി, ഗോൾഡ് പ്രഷറായി എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ എന്താണ് സ്വർണ്ണവില കുറച്ച് മുമ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ സ്വർണ്ണവില ഉയരത്തിലാണ് ഉള്ളത് എന്നുള്ളതാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം ട്രംപ് അധികാരത്തിലേക്ക് വരുന്നതുകൊണ്ട് സമാധാനത്തിലേക്ക് വരും എന്നുള്ളൊരു നിഗമനത്തിലാണുള്ളത്. ഇപ്പോൾ ഇസ്രായേൽ ഫലസ്തീൻ്റെ പോലെ തന്നെ 1058ാമത്തെ ദിവസമാണല്ലോ. അപ്പോൾ റഷ്യൻ്റെ കുർസ്ക് റീജിയൻസിൽ 1000 ആളുകൾ മിസ്സിങ്ങാണ്. റഷ്യയും 2000-ഓളം ആളുകൾ ഉക്രൈൻ കൺട്രോൾ ചെയ്യുന്ന പ്രദേശത്ത് റഷ്യക്കാർ ഉണ്ട് എന്ന് ഉക്രൈൻ ഇപ്പോൾ പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഞെട്ടിയ കാര്യം വെച്ചാൽ ഉക്രൈൻ്റെ പോലീസ് അവർ സെർച്ച് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് രാജ്യത്തിലൂടെ നീളം. അപ്പോൾ ചില ആളുകൾ മിലിറ്ററി ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ അവിടെ നിന്ന് പോയിട്ടുണ്ട്, മിസ്സിങ് അല്ലെങ്കിൽ വല്ല എക്സിറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് നോക്കുക എന്ന് പറഞ്ഞാണ്ട്. അപ്പോൾ ഈ യുദ്ധങ്ങളൊക്കെ നമ്മുടെ രാഷ്ട്രത്തിലൊന്നും ഇപ്പോൾ നിർബന്ധിതമായിട്ട് മിലിറ്ററി ചേരേണ്ട ആവശ്യമൊന്നുമില്ല. സൗത്ത് കൊറിയയിലൊക്കെ ഉണ്ടായിട്ട് ഓർമ്മയില്ല BTS ഒക്കെ പോയത്. അപ്പോൾ യുദ്ധങ്ങളൊന്നും ആരും പ്രോത്സാഹിപ്പിക്കരുത് ഏത് ഇതായാലും. ഓക്കെ. അപ്പോൾ UK സെക്യൂരിറ്റി ഗ്യാരണ്ടി ഉക്രൈന് കൊടുക്കുന്ന രീതിയിൽ ഒപ്പിട്ടുണ്ട് 100 വർഷത്തേക്ക്. അതിന് മുമ്പ് റഷ്യ ഉക്രൈൻ യുദ്ധം സീസ് ഫെയർ ഡീൽ ആയിട്ട് അങ്ങനെ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഗ്യാരണ്ടി കൊടുത്താൽ UKയും റഷ്യ യുദ്ധം ചെയ്യേണ്ടതിന് സമയമായിട്ട് മാറും. അതൊക്കെ നാറ്റോ അല്ലേക്ക് വരുന്നതിന് സമയമായിട്ട് അതൊക്കെ കാണുന്നു അങ്ങനെയൊക്കെ പറഞ്ഞാണ്ട്. പക്ഷേ ഈ UKയുടെ പ്രത്യേകത എന്താ അറിയോ, യുക്രൈനെ സഹായിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. UK കുറച്ച് മറ്റുള്ള എല്ലാ രാഷ്ട്രങ്ങളെക്കാളും കൂടുതൽ എന്താണെന്ന് അറിയത്തില്ല. അവർ പണ്ടേ അറിയാമല്ലോ, പല സ്ഥലങ്ങളിലും അവർ പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ എവിടെയില്ല, ഇപ്പോൾ UKയിൽ തന്നെ ഉള്ളൂ. ബ്രിട്ടനിലും പിന്നെ തന്നെ അയർലാൻഡും പിന്നെ ഒരു രാഷ്ട്രം കൂടി ഉണ്ടല്ലോ, വെയിൽസ്. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് കിങ്ഡം കുറച്ച് കൂടുതൽ അമേരിക്ക കഴിഞ്ഞാൽ UK ആണ് കൂടുതൽ ഒന്നും കൂടി അമേരിക്കയെക്കാളും കൂടുതൽ കടുത്ത ഭാഷയെ പോയി റഷ്യക്കാർ സംസാരിക്കുന്നത് UK ആണ്. അതിപ്പോൾ അവിടെ പ്രൈം മിനിസ്റ്റർ പലരും മാറി വന്നിട്ടുണ്ടെങ്കിൽ കൂടി, ബോറിസ് ജോൺസൺ ആയാലും ഇനി സുനക്കിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആയിരുന്നപ്പോൾ പോലും എപ്പോഴും ഒക്കെ ഡിസ്ട്രസ് പറഞ്ഞിരുന്നു എനിക്കറിയത്തില്ല. അപ്പോൾ അതങ്ങനെ ഒരു കാര്യം. അങ്ങനെ ഗോൾഡിൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഒക്കെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിലൊക്കെ ഉക്രൈൻ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നാണ് പറയുന്നത്. റഷ്യയുമായിട്ട് ഈ നെഗോഷിയേഷൻസ് വരുമ്പോൾ റഷ്യ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ഇത് കൊടുത്തിട്ട് അത് കൊടുക്കുക, അത് കൊടുത്തിട്ട് ഇത് വാങ്ങുക, അങ്ങനത്തെ പരിപാടിയൊക്കെ വേണമെങ്കിൽ അങ്ങനത്തെ രീതിയിലൊക്കെയാണ്. ഗോൾഡ് എന്തായാലും സീസ് ഫെയർ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവർ ഉറപ്പിച്ചിട്ടുണ്ട് ഒരു വിധമൊക്കെ. ഇനി വോട്ടെടുപ്പിലേക്ക് പോവുകയാണ്. എന്നിട്ടും സ്വർണ്ണവില 2715 തിരിച്ച് കയറി എന്നുള്ളതാണ്. അതൊരു വലിയ കാര്യം തന്നെയാണ് സ്വർണ്ണത്തെ സംബന്ധിച്ച്. അതായത് ഗോൾഡ് എക്കണോമിക്കലി വളരെ സ്ട്രോങ് ആണ്, സ്റ്റേബിൾ സ്റ്റോർ വാല്യൂ ആണ്. മറ്റുള്ളതൊക്കെ തകർന്നിട്ടുണ്ട്, പക്ഷേ ഗോൾഡ് സ്ട്രോങ് ആണ് എന്നുള്ളത് കാണിക്കുകയാണ്. അത് അതിൻ്റേതായിട്ടുള്ള ഇൻസൈഡ് മെറ്റൽ ഡിമാൻഡ് ഉണ്ട്, പ്രോഫിറ്റ് ടേക്കിങ്ങും ഒന്നും അല്ല നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അത് സ്ട്രോങ് ആണ്, അതിൻ്റെ ഘടന വളരെ സ്ട്രോങ് ആണ്, അത് ഇൻഡാക്റ്റ് ആണ്, അത് തകർക്കപ്പെടാൻ കഴിയില്ല. പ്രോഫിറ്റ് ടേക്കിങ്ങും അല്ലെങ്കിൽ സെല്ലിങ് പ്രഷറൊന്നും ഗോൾഡിനെ സംബന്ധിച്ച് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ബേസിൽ ആയിട്ട് ഇല്ല. അത് കാരണം അതിൻ്റെ സേഫ് ഹെവൻ ഡിമാൻഡ് കൂടിയെന്നല്ലാതെ അത് അണ്ടർ വാല്യൂഡ് ആണ്, അത് സ്ട്രോങ് ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി ട്രംപിൻ്റെ താരിഫ്സും മറ്റുള്ളതൊക്കെ ഇതൊക്കെ അൺസർട്ടനിറ്റിയും ഇതൊക്കെ ഇൻഫ്ലേഷനിലേക്ക് വരുത്താൻ സാധ്യത ഒക്കെ ഗോൾഡിനെ എല്ലാം കൊണ്ടും രൂപയുടെ അവസ്ഥയും അയച്ച് 86 അപ്പോൾ അതിവേഗം ബഹുദൂരം ഗോൾഡ് 1 ലക്ഷത്തിലേക്ക് പോവുകയാണ് എന്നുള്ളത് നമ്മൾ കാണണം.
ഓരോ സമയം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അങ്ങനെയും പറയണം. അല്ലാതെ നാളെ 1,00,000 ഓടിയാണ്ട് ഒക്കെ പാടെ വാങ്ങണ്ട. എന്നിട്ട് എപ്പോഴെങ്കിലും ഒരു 500 പറയുമ്പോൾ ഒക്കെ പാടെ വന്ന് കമൻറ്റിൽ നമ്മളെ കലക്ടറെ എന്താണ് താഴെ കമൻറ്റ് ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട് അടിക്കണ്. ഇത് ബോറാട്ടോ, അതൊക്കെ എനിക്ക് വരെ ബോറായി തോന്നി. തമാശക്കാണെങ്കിലും കമൻറ്റ് അടിക്കുന്നുണ്ടല്ലോ ഓരോരുത്തർ. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെയാണ് ഗോൾഡിൻ്റെ കാര്യം. 59,600 ഇപ്പോൾ ഇവിടെ ഉള്ളത്. നാളെ കേരളത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടാകാത്ത അവസ്ഥയിലാണ്. പക്ഷേ പോസിറ്റീവ് ടെറിട്ടറിയിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ കുറേ സമയം ഗോൾഡ് ഞങ്ങൾ ഒരു സംഖ്യ 250, 120, 80 അങ്ങനെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥകളിലാണ് ഇന്ന് പലപ്പോഴും കഴിഞ്ഞു കൂടിയുള്ളത്. പക്ഷേ ഈ ഒരു മൊമെൻറ്റത്തിൽ 2015 ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ പോകുന്ന ഈ പശ്ചാത്തലത്തിൽ ഉള്ളത്. ഓക്കെ, പശ്ചാത്തലം പറഞ്ഞാൽ ശനിയാഴ്ച പുലർച്ചയായിരിക്കും എടുക്കുക. അപ്പോൾ വാങ്ങാൻ ഉള്ള ആളുകൾ എന്ത് ചെയ്യണം? എപ്പോഴും ലോങ് ടേം ആംഗിളിൽ വാങ്ങാം. ഷോർട്ട് ടൈമിൽ വേണമെങ്കിൽ അല്പം ചെറിയ പ്രോഫിറ്റ് ആയിരിക്കും, അല്പം കുറച്ച് കുറയാമെന്ന് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യുക. പിന്നെ ഈ ഡീലിലൊക്കെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് സമാധാനം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ കുറച്ചധികം കുറയാമെന്ന് നോക്കാം. വളരെ വെപ്രാളപ്പെട്ട് യുദ്ധങ്ങളെല്ലാം അവസാനിക്കുന്നത് കൊണ്ട് സ്വർണം വേഗം വിറ്റ് ഒഴിവാക്കേണ്ട ആവശ്യം ഇല്ല. യുദ്ധങ്ങളെല്ലാം അവസാനിക്കാൻ പോകുന്നത് കൊണ്ട് എല്ലാവരും സന്തോഷിക്കുക. ഓക്കെ, ഗോൾഡ് ഹയർ ലെവലിലേക്ക് തന്നെയാണ് പോകുന്നത്.